അന്തർദേശീയ രാഷ്ട്ര സംവിധാനത്തിൽ ഏറ്റവും വലിയൊരു ഷോക്കാണ് ഡൊണാൾഡ് ട്രംപ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകും എന്ന് നേരത്തെയും മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാവുകയും വെനസ്വേലിയൻ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കയ്യാമം വെച്ച് അമേരിക്കയിലെ ന്യൂയോർക്കിൽ കൊണ്ടുപോകും എന്നൊന്നും ആരും അത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഈ മയക്കുമരുന്നിനെതിരെയുള്ള സന്ധിയില്ല സമരത്തിൻ്റെ പിന്നിൽ മയക്കുമരുന്നിന് അപ്പുറം ബിസിനസ് താല്പര്യങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. കൃഷ്ണ ചെറിയാൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. എണ്ണയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള സത്യം നമുക്ക് മാലോവർക്കൊക്കെ അറിയാം. പറയൂ കൃഷ്ണ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ പറഞ്ഞതുപോലെ തന്നെ ട്രംപിന് എപ്പോഴും നമ്പറുകളും ബിസിനസ്സും സാമ്പത്തിക കാര്യങ്ങളുമാണ് പ്രധാനം. അപ്പോൾ ട്രംപ് ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെയും പിന്നിൽ അതിൻ്റെ പിന്നിൽ ഒരു ബിസിനസ് ഉണ്ടാവും. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ട്രംപ് നടത്തുന്ന അത് സൈനിക നടപടിയാണെങ്കിലും വ്യവസായ നടപടിയാണെങ്കിലും ട്രംപ് പറയുന്ന ഓരോ വാക്കുകളാണെങ്കിലും ഇതിനെയൊക്കെ പിന്നിൽ ഒരു ബിസിനസ് ലക്ഷ്യം ട്രംപിനുണ്ടാവും. അപ്പോൾ ഇത് ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. നമ്മൾ ഈ സ്വർണ്ണവില 1 ലക്ഷം കടക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വെനസ്വേലയുമായി അമേരിക്കയ്ക്ക് നേരിട്ടൊരു ആക്രമണം നടത്തും. ആ ആക്രമണമാണ് വിപണികളിൽ വലിയൊരു ആശങ്കയുണ്ടാക്കുന്നതും. അത്തരത്തിലൊരു ആക്രമണം വരുന്നതോടുകൂടി ഇനിയും ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഇത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആദ്യത്തെ ആക്രമണമൊന്നുമല്ല. നമുക്കറിയാം 33 വർഷങ്ങൾക്ക് മുമ്പ് പാനമ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തെ ഇതേ മോഡലിൽ ആക്രമിച്ച് അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചു മാനുവൽ നോറിയോഗോ എന്ന് പറയുന്ന ഭരണാധികാരിയെ പിടിച്ചെടുത്ത ഒരു ചരിത്രം അമേരിക്കയ്ക്കുണ്ട്. അന്ന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഒരു സുപ്രഭാതത്തിൽ ഇതേപോലെ ഒരു കോയിൻസിഡൻസ് ഉള്ളത് 1990 ജാനുവരി 3 ഈ മാനുവൽ നോറിയോഗ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്നതെന്നാണ്. അപ്പോൾ അമേരിക്ക അവിടെ ആക്രമണം നടത്തുന്നു. ഇതേപോലെ തന്നെ ലഹരിക്കടത്തും കള്ളക്കടത്തും ഒക്കെ ആരോപിച്ചിട്ടാണ് മാനുവൽ നോറിയോഗ എന്ന ഭരണാധികാരി അമേരിക്ക പിടിക്കുന്നത്. അവിടെ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ പെട്ടെന്ന് വാത്തിക്കാനിലെ ഒരു എംബസിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അമേരിക്ക ചെയ്തത് ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ കൗതുകമെന്ന് തോന്നിക്കുന്ന കാര്യമാണ്. വലിയ സ്പീക്കറുകൾ ഈ വത്തിക്കാൻ എംബസിക്ക് മുമ്പിൽ പ്ലേ ചെയ്യുകയും 24 മണിക്കൂറോളം അനിയന്ത്രിതമായ ഈ ശബ്ദം സഹിക്കാനാകാതെ മാനുവൽ നോറിയോഗ ജാനുവരി 3, 1990 പുറത്തു വന്ന് കൈകൂപ്പിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന ഒരു ദൃശ്യമൊക്കെ അന്ന് ലോകം ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം 33 വർഷങ്ങൾക്ക് ശേഷം സമാനമായ കാരണങ്ങൾ ആരോപിച്ച് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇവിടെ വെനസ്വേലയ്ക്ക് നേരെയും ട്രംപ് നടത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ലോകം ചർച്ച ചെയ്ത ഒരു ചിത്രമാണിത്. ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തത്. ഒരു പരമാധികാര രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ച് അദ്ദേഹം വെള്ളക്കുപ്പിയുമായി കണ്ണുകെട്ടി ചെവി മൂടിയ നിലയിൽ, പ്രത്യേകിച്ച് എവിടെ കൊണ്ടുപോകുന്നു, എങ്ങനെ കൊണ്ടുപോകുന്നു, എന്താണ് അവിടുത്തെ അവസ്ഥ, ഒന്നും കാണാനും കേൾക്കാനും പാടില്ലാത്ത അവസ്ഥയിലാണ് ഒരു ഭരണാധികാരിയെ ബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി അമേരിക്കൻ കോടതിയുടെ വിചാരണ നേരിടണം അദ്ദേഹം. ഓൾറെഡി മയക്കുമരുന്ന് കേസിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ന്യൂയോർക്കിൽ കേസുണ്ട്. ഇത് കൂടാതെ ഫെഡറൽ ഡ്രഗ് ഏജൻസി കൂടുതൽ കേസുകൾ അദ്ദേഹത്തിന് മേൽ ചുമത്തും. അപ്പോൾ നിസാര കേസുകളുടെയും നിസാരമായ കുറ്റങ്ങളുടെയും പേരിൽ ഒന്നുമല്ല അദ്ദേഹം ഇനി വിചാരണ നേരിടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം, ഒരു രാജ്യത്തിന് നേരെ ലഹരിക്കടത്ത് ആരോപിച്ച് ഉപരോധം ഏർപ്പെടുത്തുന്നു, ആ രാജ്യത്തെ ആക്രമിക്കുന്നു എന്നതാണ്. ഇനി ഈ നിക്കോളാസ് മഡൂറോയുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു സാധാരണ കുടുംബത്തിൽ ഒരു യൂണിയൻ നേതാവിൻ്റെ മകനായി ജനിച്ച് ഒരു ബസ് ഡ്രൈവറായിട്ട്, ഇപ്പോൾ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലെ മെട്രോ ബസ് ഡ്രൈവറായിരുന്നു നിക്കോളാസ് മഡൂറോ. അദ്ദേഹത്തിന് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല, യൂണിയൻ പ്രവർത്തനമാണ് ധനം. അവിടെ വെനസ്വേലയുടെ ചരിത്രം മാറ്റിക്കുറിക്കാരെന്ന പേരിൽ വന്ന ഹ്യൂഗോ ഷാവേസിൻ്റെ മകനെന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഒരു ഷാവേസ് ഭക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല ഘട്ടങ്ങളിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബസ് ഡ്രൈവർ എന്ന നിലയിൽ പല ആക്ഷേപങ്ങളും നേരിടുമ്പോൾ ഹ്യൂഗോ ഷാവേസിൻ്റെ വഴി വെട്ടി ആ വഴിയിൽ കൂടെ ഞാൻ ചക്രമുരുട്ടി എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള നിക്കോളാസ് മഡൂറോയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോൾ ഹ്യൂഗോ ഷാവേസിനോടുള്ള തൻ്റെ അടുപ്പവും ആ ഇമോഷൻസും ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്നു. ഇനി 2013 ഭരണാധികാരിയാകുന്നതിന് ശേഷം വെനസ്വേലയുടെ സാമ്പത്തിക മേഖല തികച്ചും തകർന്നു. നമുക്കറിയാം ലോകത്തിലെ എണ്ണം പറഞ്ഞ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വേല. എന്നാൽ ലോകത്തെ എണ്ണ വിപണിയിൽ വെനസ്വേലയുടെ ഒരു സ്വാധീനം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ശീതയുദ്ധത്തിന് മുമ്പ് അമേരിക്കൻ കമ്പനികളാണ് വെനസ്വേലയിലെ എണ്ണ കമ്പനികൾ നിയന്ത്രിച്ചിരുന്നത്, എണ്ണ നിക്ഷേപങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ എണ്ണയിൽ നിന്നുള്ള ധനം ഉപയോഗിച്ചിരുന്ന അമേരിക്കയാണ്. അതിനുശേഷം ഹ്യൂഗോ ഷാവേസിന്റെ കാലം വരുമ്പോൾ ഹ്യൂഗോ ഷാവേസ് ഈ പ്രസ്ഥാനങ്ങളെയെല്ലാം സർക്കാർ വൽക്കരിക്കുന്നു. അമേരിക്കയുടെ ആ ഒരു പ്രാതിനിധ്യം പോകുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രാതിനിധ്യം തിരിച്ചെടുക്കുക എന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ലക്ഷ്യം. അവിടുത്തെ എണ്ണ നിക്ഷേപം പൂർണ്ണമായും അമേരിക്കയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഭരണ സംവിധാനം മാറ്റുക എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ തന്നെയും അമേരിക്കയുടെ ലക്ഷ്യം അവിടുത്തെ ഏറ്റവും മികച്ച എണ്ണ നിക്ഷേപം ഉപയോഗിക്കുക, സമ്പത്ത് തങ്ങളുടേതാക്കി മാറ്റുക എന്ന നിലയിലാണ്.
ഒരു വിഭാഗം പറയുന്നത് അമേരിക്കയ്ക്ക് ഇപ്പോൾ റിസോഴ്സസിന്റെ കുറവുണ്ട്. അപ്പോൾ ആ റിസോഴ്സസ് എവിടെ നിന്നൊക്കെ ലഭിക്കാമോ അവിടെ നിന്നൊക്കെ ലഭ്യമാക്കുക എന്നാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ നിക്കോളാസ് മഡൂറോയുടെ ഭരണം വരുമ്പോൾ അവിടുത്തെ ഈ സർക്കാർ വൽക്കരിച്ച എണ്ണ കമ്പനികൾ അത് വളരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമാകുന്നു. ചാക്ക് കണക്കിന് പണവുമായി വെനസ്വേലയിലെ ആൾക്കാർ ചായ കുടിക്കാൻ പോകുന്ന കാഴ്ച. അതായത് ഒരു ചായ വാങ്ങിക്കണമെങ്കിൽ ചാക്ക് നിറയെ പണവുമായി പോകേണ്ട ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അമിത വിലക്കയറ്റവും പണത്തിന്റെ മൂല്യമില്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് ആ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തിയത്. അപ്പോൾ അങ്ങനെ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരുന്നു. ഓഗസ്റ്റ് മുതൽ തന്നെ CIA സംഘം അവിടെ ഉണ്ടായിരുന്നു. ഈ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു മിലിറ്ററി ഫോഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ പറയുന്നത് പോലെ ടെററിസത്തിനൊക്കെ എതിരെയാണ്. അപ്പോൾ ഇവിടെ നിക്കോളാസ് മഡൂറോയ്ക്ക് നേരെ ആരോപിക്കുന്നത് മറ്റു കുറ്റകൃത്യങ്ങളല്ല, ലഹരി കടത്താണ്. അപ്പോൾ ലഹരി മാഫിയയുടെ തലവനെന്ന നിലയിലാണ് നിക്കോളാസ് മഡൂറോയെ അമേരിക്ക ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ലോകത്തിനു മുമ്പ്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇത് സംഭവിക്കുന്നത് മധു കൊട്ടാരക്കര പറയുന്നത് പോലെ തന്നെ റഷ്യയുടെ പ്രത്യേക പ്രതിനിധിയുമായ ചൈനയുടെ പ്രത്യേക പ്രതിനിധിയുമായ ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ്. അപ്പോൾ റഷ്യയും ചൈനയും ഇറാനും ക്യൂബയും ഒക്കെ ഈ ഒരു അമേരിക്കയുടെ പ്രവൃത്തിയെ അപലപിച്ചിട്ടുണ്ട്. ഇനി ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മുൻപ് തന്നെ വെനസ്വേലയിലെ ഭരണാധികാരി ഒരു ഏകാധിപതിയാണ്, അദ്ദേഹത്തിന്റെ ഭരണരീതി ശരിയല്ല. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ നിക്കോളാസ് മഡൂറോയ്ക്ക് നേരെ വിമർശനം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഐക്യരാഷ്ട്രസഭ ചെയ്യുക? പക്ഷെ ട്രംപ് പറയുന്നത് ഇത് അമേരിക്കൻ നിയമങ്ങൾക്ക് തികച്ചും ബാധകമാണ്. കാരണം അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് ഡംപ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് അമേരിക്കയെ നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തോട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യമാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കൻ നിയമങ്ങൾ അനുസരിച്ച് ഇത് തികച്ചും സാധൂകരിക്കാവുന്നതാണെന്ന ന്യായീകരണമാണ് അമേരിക്ക പറയുന്നത്. ഇനിയും പല ലോകരാജ്യങ്ങളും പലതരത്തിലുള്ള ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും പ്രതിഷേധവും ഒക്കെ ആയിട്ട് വരും. അത് ഏതൊക്കെ രീതിയിലാണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന സൈനിക നീക്കങ്ങളെല്ലാം ഫ്ലോറിഡയിലുള്ള മാരലാഗയിലുള്ള തൻ്റെ ആ വസതിയിലിരുന്ന് കാണുകയായിരുന്നു ട്രംപ്. മാത്രവുമല്ല, തൻ്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ നാടകീയമായാണ് ഈ കാര്യങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചതും. മഡൂറോയും ഭാര്യയും അവർ മറ്റൊരു മുറിയിലേക്ക് പോകുന്നു, വാതിൽ അടച്ചില്ല, അതിനു മുമ്പ് അമേരിക്കൻ സൈന്യം പിടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നാടകീയത ഒരുപാട് കലർത്തിയാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശദീകരിച്ചത്. മഡൂറോയും നാടകീയതയ്ക്ക് ഒട്ടും കുറവുള്ള വ്യക്തിയല്ല. ബസ് ഓടിച്ച് പ്രചാരണമൊക്കെ നടത്തി ഹ്യൂഗോ ഷാവേസിനോടുള്ള തന്റെ സ്നേഹം ഒരുപാട് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ നാടകീയത അമിതമായ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, അതിൽ ഇപ്പോൾ നിക്കോളാസ് മഡൂറ പിടിയിലായിരിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു കൃഷ്ണ ചെറിയാൻ. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് കൃഷ്ണ ചേർന്നത്. കൃഷ്ണ പറഞ്ഞതുപോലെ നിക്കോളാസ് മഡൂറോയുടെ കാരക്കസിലെ വസതി അമേരിക്കൻ സൈന്യം വളയുമ്പോൾ സുരക്ഷിതമായ മുറിയിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾക്കറിയാം, രാഷ്ട്രപതിമാരൊക്കെ തന്നെ പല രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർക്ക് സ്വകാര്യ മുറികളുണ്ടാകും. ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് അവർക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ടാകും. അമേരിക്കൻ പ്രസിഡന്റും വൈറ്റ് ഹൗസിലും അങ്ങനെ ഒരു സംവിധാനമുണ്ട്. നിങ്ങൾക്കറിയാം, സെപ്റ്റംബർ 11 സംഭവിച്ചപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് അങ്ങോട്ട് നീങ്ങാൻ ശ്രമം നടത്തി. ഇതുപോലെ തന്നെയാണ് ഈ മഡൂറോയും ഭാര്യയും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. പക്ഷേ വാതിലടയും മുമ്പ് അമേരിക്കൻ സൈന്യം ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളയുകയും മറ്റു മാർഗമില്ലാതെ ഈ മഡൂറോയും ഭാര്യയും കീഴടങ്ങിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.